സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്താ കാർഡുകൾ നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി വീണ ജോർജ്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളും മയക്കുമരുന്ന് കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഉൾപ്പെടുന്ന ഫേസ്ബുക്ക് കാർഡുകൾ മാത്രം നീക്കം ചെയ്തതിൽ ദുരൂഹമുണ്ടെന്നാണ് വീണ ജോർജിന്റെ ആരോപണം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തതെന്ന് മെറ്റ വ്യക്തമാക്കണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ബാധിക്കുന്ന മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയമാണിത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. നവകേരള സദസ്സിന് മുമ്പും മുഖ്യമന്ത്രിക്ക് പ്രതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിന് വീഡിയോകളും ചിത്രങ്ങളും തെളിവുകളാണെന്നും അവർ ആരോപിച്ചു. മയക്കുമരുന്ന് കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കുള്ളിൽ എങ്ങനെ സ്വതന്ത്രമായി പ്രവേശിക്കാനായെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉയർത്തിയാണ് വീണ ജോർജിന്റെ വിമർശനം. ചാർട്ടേഡ് വിമാനത്തിൽ മുഖ്യമന്ത്രി എങ്ങോട്ടാണ് പോയതെന്നും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഹെലികോപ്റ്ററിൽ പോയി കണ്ട നിക്ഷേപകൻ ആരാണെന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെന്നും അവർ പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ ചോദ്യമുനയിലാണെന്നും വീണ ജോർജ് ആരോപിച്ചു. വാർത്തകൾ നീക്കം ചെയ്തതിൽ മാധ്യമങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകട്ടെ എന്ന നിലപാടല്ല മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്. പകരം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തതെന്ന് സർക്കാർ ഔദ്യോഗികമായി മെറ്റയോട് ചോദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒരു വാർത്ത നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ അതേ വാർത്തയ്ക്കായി 10,000 ശബ്ദിക്കണമെന്ന മുന്നറിയിപ്പും വീണ ജോർജ് നൽകി. മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെറ്റയുടെ വിശദീകരണം പുറത്തുവരുമോ? സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വ്യക്തത തേടുമോ എന്നാണ് ഇനിയും ശ്രദ്ധേയം.